മനസ്സിലാവുന്നില്ല. ഇനി മറ്റേ അദ്ദേഹം പറഞ്ഞത് ഈ വേദങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി മാത്രമാണ് പറഞ്ഞത്. ഒന്ന് രാഹുൽ മനസ്സിലാക്കേണ്ടത്, ഈ വേദങ്ങളുടെ കാലഘട്ടത്തിൽ പശുവിനെ കൊന്നോ ചവിട്ടിയോ എന്നുള്ളതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഇതാരാ പറയുന്നത്? പണ്ട് മുതലേ ഞങ്ങൾക്ക് ഇത് പാടില്ലായിരുന്നു, നിങ്ങൾ അത് നോക്കൂ ഇത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ മാത്രമാണ് ഇപ്പൊ ഝാ എഴുതിയ പുസ്തകം ദ മിത്ത് ഓഫ് എ കോളി കൗ, അതിനകത്ത് എത്രയോ ഉദാഹരണങ്ങൾ ബൃഹദാരണ്യോപനിഷത്തിൽ നിന്ന്, മനുസ്മൃതിയിൽ നിന്ന്, പരാശര സംഹിതയിൽ നിന്ന്, ഋഗ്വേദത്തിൽ നിന്ന്, ഈ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും സംഹിതകളിൽ നിന്നും ഒരുപാട് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഇവിടെ മാംസം കഴിച്ചിരുന്നുവെന്നും യാഗം അല്ല മൃഗബലി എന്ന് പറയുന്ന ഇവിടുത്തെ കൾച്ചറായിരുന്നുവെന്നും എല്ലാം അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നിങ്ങൾ സംസ്കാരവും ഭൂതകാലവും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന് അന്ന് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നും വേണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ച് അന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെന്റിമെന്റ്സ്. ഇദ്ദേഹം വീണ്ടും സെന്റിമെന്റ്സിന്റെ കാര്യം പറയുന്നു. ഈ സെന്റിമെന്റ്സ് ഇപ്പൊ ഹിന്ദുക്കൾക്ക് തീവ്ര ഹിന്ദുക്കൾ, എന്താണ് തീവ്ര ഹിന്ദുക്കൾ? അല്ല, നേർപ്പിച്ച ഹിന്ദു, എന്തൊരു ഹിന്ദു അല്ലേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പശുവിനെ കഴിക്കണ്ട, പൊന്നു സുഹൃത്തെ, നിങ്ങൾ കഴിക്കണ്ട, നിങ്ങൾക്ക് പശു ദേവനാണ്, ആയിക്കോട്ടെ ദേവനാണ്, നിങ്ങൾ തൊഴുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ, നിങ്ങൾക്കല്ലേ കുഴപ്പം, മറ്റൊരാൾ കഴിക്കണ്ട എന്ന് പറയുന്നതിന്റെ അന്തസ്സത്തെ എന്താ? അതായത് ഇപ്പൊ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സഹോദരിയായിട്ട് കണ്ടോളൂ, നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങളുടെ അളിയനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു സെന്റിമെന്റ്സിനൊരു റൈറ്റ്. ഓക്കെ, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇനി ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് നടത്തുന്നത് ഇപ്പൊ 1ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ബീഫ് ഉൽപാദനത്തില് നമ്മൾക്ക് 1ാം സ്ഥാനമില്ല, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 1ാം സ്ഥാനമുണ്ട്. നമ്മുടെ ബീഫിൽ കൂടുതലും പോത്തിറച്ചിയാണ്. ആരാണ് ബീഫ് എക്സ്പോർട്ടിനെതിരെ സംസാരിച്ചത്? നരേന്ദ്രമോദി. ബീഹാർ 2014 ഇലക്ഷനൊക്കെ പറഞ്ഞു ഇവിടുന്ന് പിങ്ക് റവല്യൂഷൻ വരുന്നു, ഇവിടുന്ന് മാംസം കയറ്റുമതി ചെയ്യുന്നു, മൻമോഹൻ സിംഗ് കാണിക്കുന്നു, എന്റെ ഹൃദയം പിളരുന്നു, ഡെസ്കിലൊക്കെ ഇടിച്ചോണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താ സംഭവിച്ചത്? 2 കാര്യങ്ങൾ ഞാൻ പറയാം. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തില് അവിടെ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് 2 ഇരട്ടിയിലധികം വർദ്ധിച്ചു. 1. നമ്പർ 2, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏതാണ്ട് 1.5 വർഷമായി, ഏതാണ്ട് 10 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് 15.4% കണ്ട് വർദ്ധിച്ചു. ഇദ്ദേഹം എന്തായി പറഞ്ഞത്? എന്താണ് നിങ്ങൾ ഈ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത്? യഥാർത്ഥത്തിൽ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത് പശുവിനോടുള്ള സ്നേഹമല്ല, അതാണ് രസം. ഇത് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ വിഭജിക്കുക എന്നുള്ള തന്ത്രമാണ്, പശുവിനോടുള്ള സ്നേഹമല്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ പാണ്ടിലോറിയൊക്കെ വരുമ്പോൾ പട്ടി പുറകെ ഓടും, അതിനകത്ത് കയറുന്ന ഡ്രൈവ് ചെയ്തതൊന്നുമല്ല, പട്ടിയുടെ ഒരു രീതിയാണ് ഓടുന്നത്. അത് പശുവിനോട് യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമൊന്നുമില്ല, രാഷ്ട്രീയ നേട്ടം മാത്രമേ ഉള്ളൂ. ഇനി ഇദ്ദേഹം ഗാന്ധിജിയുടെ പോത്തിറച്ചി ആയിക്കോട്ടെ, നല്ല കാര്യം. ഈ പോത്തിറച്ചി പോത്തിനെന്താ ജീവനില്ല. ഇപ്പൊ നിങ്ങൾ അഹിംസയെ കുറിച്ച് പറയുന്നു, കൊല്ലരുതെന്ന് പറയുന്നു. ഈ കൊല്ലൽ എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? ബാക്ടീരിയ കൊല്ലാവോ, വൈറസിനെ കൊല്ലാവോ, പുഴുവിനെ കൊല്ലാവോ, പാറ്റയെ കൊല്ലാവോ? എവിടെ തൊട്ടാണ് ഈ കൊല്ലൽ മോശമായി വരുന്നത്? എത്ര വലുപ്പമുള്ള ജീവിയായിട്ടാണ് വരുന്നത്? നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നു, റിലീജിയസ്, അതെല്ലാം പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ സാറേ കേരളത്തിൽ ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ അമൃതാനന്ദമയി, മാതാവ് എന്ന് പറഞ്ഞാൽ പശു, മമ്മി എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ശവം. ഇനി സ്വന്തം അമ്മയെ തിരുവനന്തപുരം ഭാഷയിൽ തള്ള എന്ന് വിളിക്കേണ്ടി വരുമോ? ഇതാണ് ചോദ്യം. എനിക്കറിയില്ല ആരാ എഴുതിയെന്ന്, പക്ഷെ ഞാൻ ഇന്നലെ മെനിയാന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തില് ഞാൻ ആദ്യത്തെ വരി ഇതുമായിട്ടൊന്ന് ഒത്തുപോകുന്നോണ്ട് ഞാൻ വായിക്കാം. നമ്മുടെ രാജ്യം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെക്കാൾ പശുവിനെ സ്നേഹിക്കുന്ന ജനക്കൂട്ടം എമ്പാടും ഉരുത്തിരിയുന്നു. വൃദ്ധ മാതാപിതാക്കളെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി നടതള്ളുന്നവർ പോലും ഗോമാതാവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും കച്ചകെട്ടുന്നു. സ്വന്തം മാതാവിനെ തള്ളേ എന്ന് വിളിക്കാൻ പോലും മടിക്കുന്നവർ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആൾ ദൈവത്തിന്റെ കാലിൽ പുഴുക്കളെ പോലെ ചുറ്റിവരിയുന്നു. സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്. ജീവിച്ചിരുന്നപ്പോൾ ഒരു മുഴം തുണിയോ ഒരു തുള്ളി ഔഷധമോ മാതാപിതാക്കൾക്ക് നിഷേധിക്കുന്നവർ മരണശേഷം ശീതീകരിച്ച വാഹനങ്ങളിൽ ആർഭാടമായി ബലിയിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് പുത്രധർമ്മം നിർവഹിക്കുന്നു. റോക്കറ്റ് വിടാൻ കൂടോത്രം നടത്തുന്ന ശാസ്ത്രജ്ഞരും ഗീതയും യോഗയും കൊണ്ട് വിദ്യാലയങ്ങളെ കാവിപിടിപ്പിക്കാൻ വെമ്പുന്ന മതരാഷ്ട്രീയക്കാരും കണ്ണിൽ കുത്തുന്ന കാഴ്ചകളാണ്. സ്വന്തം മാതാവ് കൊല ചെയ്യപ്പെട്ടാൽ പോലീസിൽ പരാതിപ്പെടുന്ന ശരാശരി മനുഷ്യർ ഒരു പശുവിന്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഇഷ്ടികയും വടിവാളും പെട്രോൾ ബോംബുമായി കുറ്റാരോപിതനെ തല്ലിക്കൊല്ലാനായി വന്യമൃഗത്തെ പോലെ പാഞ്ഞു ചെല്ലുന്നത് എന്തുകൊണ്ടായിരിക്കും?